Hi, hello, welcome back to my YouTube channel Layman Gaming. Hi, hello. We are going to play a wonderful game called Last Day on Earth. Take all കൊടുത്തു സംഭവം വന്നിട്ടില്ല ക്ലോസ് ചെയ്തു നമ്മളിവിടെ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകുന്നു ഇവിടെ നടക്കാനായിട്ടൊന്നുമില്ല ഓക്കെ വാട്ടർ ഉണ്ട് ഓ സോംബീസ് ഇവിടെ അറ്റാക്ക് ചെയ്യാൻ നോക്കി ഡിഫൻസ് അത് തകർത്തു പക്ഷേ എൻ്റെ ഡിഫൻസും പോയിട്ടുണ്ട് ഡിഫൻസ് പക്ഷേ തിരിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇറ്റ്സ് ഗുഡ് അല്ല സോറി ആ ഡിഫൻസ് തിരിച്ചെടുക്കുകയാണ് ചെയ്തത് ആയിക്കോട്ടെ എല്ലാ ഡിഫൻസും നശിച്ചെന്ന് തോന്നുന്നു എന്തൊക്കെ ചെയ്തു വെച്ചിരുന്ന എല്ലാം പോയോ ആ ഡിഫൻസ് കൊള്ളാം ഡിഫൻസ് റെഡിയാക്കി ബട്ട് നമുക്കിവിടെ ഈ വീട് റീബിൽഡ് ചെയ്യേണ്ടി വരും അതിന് വേണ്ടിയിട്ട് വാൾസ് ആവശ്യമായിട്ടുണ്ട് വാൾസ് വരുമാനം ഇവിടെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ വാളാണ് വയ്ക്കുക അല്ലേ വാൾ വെച്ചു ക്ലോസ് ചെയ്തു ഈ വാൾ അപ്ഗ്രേഡിന് വേണ്ടി നോക്കി സാധനമില്ല ഓക്കെ ഇനി നമുക്ക് വേണ്ടിയത് സ്പൈക്ക് ട്രാപ്പ് സോ നമ്മൾ സ്പൈക്ക് ട്രാപ്പ് എടുക്കുന്നു സ്പൈക്ക് ട്രാപ്പ് സ്പൈക്ക് ട്രാപ്പ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു തടിയില്ല ആയിക്കോട്ടെ നമുക്കെന്നാൽ പൈൻ ലോക്സിനകത്ത് പോയി കുറച്ച് തടി ഒപ്പിച്ചുകൊണ്ട് വരാം പോകുന്ന വഴിക്ക് നമുക്ക് ആരെങ്കിലും തട്ടിയിട്ട് എന്തെങ്കിലും എക്യുപ്മെൻറ്റ് കിട്ടുന്നുണ്ടോ നോക്കാം നല്ലൊരു ആയുധമൊന്നും നമ്മളെടുത്തില്ല ഗണ്ണാണുള്ളത് ഗണ്ണ് ഇപ്പോഴേ യൂസ് ചെയ്യണ്ട ഇതെന്തായാലും എക്യുപ്പ് ചെയ്യാം പിന്നെയുള്ളത് ഇത് വേണ്ടി വരും ഇതെടുക്കാം പിന്നെ ഇതെടുക്കാം ഇതെന്തായാലും നശിച്ചു ഇതെടുത്തേക്കാം പകരം നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് പോവാം കയറ് തിരിച്ചു വെച്ചു റിസോഴ്സുകളൊക്കെ തിരിച്ചു വെച്ചു പിന്നെയുള്ളത് തടിയുടെ സ്ഥലത്ത് ഇത്രയും തിരിച്ചു വെച്ചു ഇനിയുള്ളത് ഈ കട്ട എടുത്തു നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നു ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കാൻ എടുക്കണോ വേണ്ട ബാൻഡേജ് ഒന്നുമില്ല ഓക്കെ ബാൻഡേജ് ഒന്നുമില്ല ചെന്ന് കയറുവാണ് നോക്കി നോക്കാം നമുക്ക് വളരെ പതുക്കെ കളിക്കാം ഇവിടെ നമ്മൾ നേരെ ഇവിടെ പ്ലേസ് ചെയ്തു ഇവിടെ നേരെ നമ്മൾ ഇതിനെ ഇവിടെ പ്ലേസ് ചെയ്തു ഓക്കെ സോ ബ്രിക്ക് ഉണ്ടാവും ബ്രിക്ക് ഇത് 3 എണ്ണം എടുത്തു തിരിച്ചുകൊണ്ട് വെച്ചു അപ്ഗ്രേഡ് ചെയ്യാനുള്ള സാധനം ഉണ്ടോ നോക്കി നോക്കാം അങ്ങനെ പിന്നെ പോകണ്ടല്ലോ ഇല്ല ഒന്നുമില്ല ഓക്കെ നോ പ്രോബ്ലം നമ്മളിപ്പോൾ പോകുന്നു ഗ്ലോബൽ മാപ്പിലേക്ക് പോകുന്നു പൈൻ ഫോറസ്റ്റിലേക്ക് പോകും ഏതെങ്കിലും ഈവൻ്റ് ഉണ്ടോ നോക്കി നോക്കും പക്ഷെ നമ്മൾ ഇന്നലെ കളിച്ച ഈവൻ്റ് ഒരു ഫെയർ റീസ്റ്റോർ ചെയ്യുന്നുണ്ടല്ലോ അതിന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവാർഡ്സ് ഒക്കെ കിട്ടും ലെറ്റ്സ് ഗോ നോ താങ്ക്സ് മനെ നോ താങ്ക്സ് ഇനി സോംബീസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇനിയുള്ളത് നമുക്ക് നിയറസ്റ്റ് നല്ലൊരു പൈൻ ഫോറസ്റ്റ് പോവാം ഇവിടെ നമ്മൾ പോയിട്ടില്ലല്ലോ ഇവിടെ പോയിട്ട് വരാം പോസിബിൾ ലൂട്ട്സ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ നമുക്ക് എടുക്കാം എടുത്തിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി റീബിൽഡിങ് സെറ്റപ്പ് നോക്കാം വളരെ പതുക്കെ നമുക്ക് പോവാം വളരെ പയ്യെ ഓടിക്കോ പയ്യെ പോ ഓടിക്കോ പയ്യെ പോ
ഇത് രണ്ടടിക്കെങ്കിലും ഉണ്ടാവുമെന്ന് അറിയത്തില്ല ഈ പറയുന്ന ആയുധമേ. അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം. ചവിടാ. കാലമണ വന്നു. ഭാഗ്യം. കാലമണൻ്റെ അതെടുത്തു. യവൻ്റെ ഇതെടുത്തു. പെട്ടി പിടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് മാറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആയുധം വേറെ ഒന്നുമില്ല. ടേക്ക് ചെയ്യാനൊന്നുമില്ല. ഇതിനെ ഒഴിവാക്കാം. ഡിലീറ്റ്. ഓക്കെ. ഈ ചുറ്റിക കൊണ്ട് അടിച്ചാൽ ചാകുമോ അവര്? യൂസ്. ഇതിനുപേക്ഷിക്കാം. യെസ്. നമുക്ക് കുറച്ച് ബെറി കഴിച്ചാലോ? ബെറി, പറി, കഴി. ബെറീസ് കഴിച്ചു. നമുക്ക് പതുക്കെ പോട്ട് ഈ പോകുന്ന മാനോ ഇതിനടിച്ചു നോക്കാം ആദ്യം. ഇത് ചാവുമെങ്കിൽ നമുക്കിത് വെച്ച്. ഓ, ഗുഡ് വൺ. പക്ഷെ നല്ല സ്പീഡുണ്ട് ഇത് അടിക്കാനായിട്ട്. See, this one is പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഓടിക്കോ. ബാൻഡേജ് ഉണ്ടായിരുന്നേ കൊള്ളാം. പക്ഷെ ആ ഒരു ആയുധം നല്ല രസമുണ്ട്. നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈവൻ്റ് കാണിക്കുന്നുണ്ട്. വേണ്ട. ബട്ട് ബാഗിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് കഴിച്ച് ലൈഫ് കുറച്ച് വരുത്തിക്കാൻ പറ്റുമോ? യൂസ് ചെയ്ത് ലൈഫ് വന്നു. പിന്നെ ഈ പറയുന്ന ബാൻഡേജ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓ ഗോഡ്, പറ്റില്ല. പക്ഷെ നമുക്ക് ഇവിടെ തന്നെ ഒന്നുകൂടെ എൻ്റർ ആയി നോക്കാം. കാരണം നമുക്ക് ലൈഫ് തിരിച്ചിട്ടിട്ടുണ്ടല്ലോ. ഇത് വെച്ച് പൊരുതി നോക്കാം. പക്ഷെ ഞാനവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടിയായിരുന്നു. അവിടെ ഒരുപാട് പേര് വന്ന പോലെ തോന്നുന്നു. ഇപ്പോൾ വരും ഇങ്ങോട്ട്. മിക്കവാറും വരും. കുറച്ച് ബെറി പഠിച്ച് കഴിക്കാം. കഴിക്കുമ്പോൾ അവർ വരുന്നതിന് മുമ്പ് കഴിക്കുക. യൂസ്. മാപ്പിൻ്റെ അങ്ങറ്റത്ത് ഇങ്ങറ്റം വരെ വരണ്ടേ? പെട്ടി തുറന്ന സാധനം എടുക്കാം. ടേക്ക് ഓൾ. ഒഴിക്കട്ടെ, നമുക്ക് പിന്നെ നിർക്കാം. കണ്ടത് ഞാൻ പതുക്കെ ഒന്ന് പെട്ടി തുറന്നിട്ട് പോക്കോളാം. ടേക്ക് ഓൾ. ഇതൊന്ന് കൺസ്യൂം ചെയ്ത് നോക്കാം. യൂസ്. സ്കാൻ ചെയ്ത ഫുഡ് കഴിച്ചു. നിങ്ങളൊക്കെ അവിടെ നിന്ന് യാതൊരു ബുദ്ധിമുട്ടും ഞാൻ ഉണ്ടാക്കുന്നില്ല. അവിടെ ഒന്ന് കഴിച്ചിട്ട് പോക്കോളാം. ഇതൊക്കെ തൽക്കാലം എൻ്റെ അടുത്ത് ലൈഫ് ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലാതെ നമുക്ക് എന്തെങ്കിലും പൊരുതി നോക്കാമായിരുന്നു. അവിടെ 2 പേര് നിൽപ്പുണ്ട് അവിടെ. എൻ്റെ ആണെങ്കിൽ ബാഗും ഇല്ലല്ലോ. എന്താ ചെയ്യുക? അതായിരിക്കും പ്രശ്നം. ബാഗ് ക്രിയേറ്റ് ചെയ്യാം. എൻ്റെ അടുത്തോട്ടല്ലേ ആരോ വരുന്നേ? നല്ല സ്പീഡുണ്ട് ഈ സാധനം. എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം നല്ല സ്പീഡുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. ചറവറ അടിക്കുന്നുണ്ട്. ഒരു ലാഗില്ലാണ്ട്. ക്രാഫ്റ്റ് ചെയ്യാൻ ചെടി വേണം. ചെടി പറിക്കട്ടെ. ചെടി എടുക്കാൻ പറ്റുന്നില്ല.
ഏതാ ഒഴിവാക്കുന്നത്? പെട്ടെന്ന് പറ. ടൈമില്ല. ഏത് ഒഴിവാക്കും? ഈ സാധനം പോട്ടെ, തൽക്കാലം പിന്നീട് എപ്പോഴെങ്കിലും എടുക്കാം. ഡിലീറ്റ്. കണ്ടു ഞാൻ മിഴികളിൽ അടിച്ചു തള്ളയാണോ? അല്ല. ഇനി ബാഗ് ഉണ്ടാക്കണം. ബാഗ് ക്രാഫ്റ്റ്. ഓക്കെ, ബാഗായി. ഇനി വേണ്ട സാധനങ്ങൾ കുറച്ചെടുക്കാമല്ലോ. ടേക്കോൾ എടുക്കാനായിട്ടില്ല. ഓക്കെ, കുറച്ച് ബെറി പറിച്ച് കഴിക്കാം. കുറച്ച് ബെറി കൂടുതൽ ആരോഗ്യം. ഓക്കെ, ഇപ്പോൾ ഇവിടെ വരെയാണ് കഥ നിൽക്കുന്നത്. നമുക്കിനി നമ്മുടെ പ്രയോറിറ്റി എന്ന് വെച്ചാൽ ലൈഫ് വേണം. പിന്നെ നമുക്ക് എന്ത് വേണം? ബാൻഡേജ് വേണം. ബാൻഡേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താ ഉള്ളത് നോക്കട്ടെ. എന്തായാലും വേണ്ടി നോക്കണം. 2 ഉള്ളൂ. 5 വേണം. അതുവരെ ബെറി തന്നെ ശരണം. ഒറ്റയ്ക്ക് നിൽക്കുന്നതിന് പോയി ചാമ്പ. ഇതാ മറ്റേ തള്ള. തടിച്ചു തള്ളയാ. തടിച്ചു തള്ളയുടെ അടുത്ത ആളുണ്ട്. ഇതോട്ട് പോയി കഴിഞ്ഞാൽ തടിച്ചു തള്ളയെ തട്ടാൻ പറ്റില്ല. പുറകെ കൂടെ പോയി ആദ്യം അവനെ അടിക്കാം. മറ്റേ അതിന് കുറച്ച് ബെറി കഴിക്കട്ടെ. ബാൻഡേജ് നമ്മൾ എപ്പോഴും എടുക്കേണ്ട ഒരു സാധനം തന്നെ. പക്ഷേ നമ്മുടെ നിലവിൽ ഇപ്പോൾ അത് എടുക്കാനില്ല. ഇവനെ തട്ടിക്കഴിഞ്ഞാൽ തടിച്ചു തള്ള. ഇതാണ് വോൾഫാണ്. വോൾഫിനെ തട്ടിയതും കഴിക്കാം. ലൈഫ് കൂടുമല്ലോ. എന്നിട്ട് തടിച്ചു തള്ളയെ തട്ടാൻ പറ്റും നോക്കാം. സർവർ അടിച്ചോ. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. തടിച്ച് പുറകെ വരുന്നുണ്ട്. ഷിറ്റ്. ഇനി നമ്മളില്ല ലൈഫിന് വേണ്ടിയിട്ട് ഒരു സാധനം ഇല്ലാന്നാ തോന്നുന്നത്. മൈ ഗോഡ്. ഇതും കൊണ്ട് അവിടെ എൻ്റർ ആയി കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും എൻ്റർ ആവണം. വളരെ റിസ്ക്കാണ് എടുക്കുന്ന. എൻ്റർ കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റടിക്കില്ല തള്ളയുടെ. തടിച്ച് തള്ളയുടെ ഒറ്റടിക്കില്ല നമ്മൾ. നമ്മൾ ചത്തിറക്കുന്ന ഏതെങ്കിലും സോംബിയുടെ അടുത്ത് പോയിട്ട് തടിച്ച് കടത്താനുണ്ട്. അല്ല നമ്മളിവിടെ എവിടെയെങ്കിലും പോയിട്ട് എന്ത് ചെയ്യണം? ഈ പറയുന്ന സാധനത്തിനൊക്കെ തട്ടണം. തട്ടി കുളക്കോഴി നിൽക്കി. കുളക്കോഴി ഒരാവശ്യത്തിന് നോക്കിയാൽ അത് പോയി നിൽക്കുന്ന നോക്കിയാൽ ആ സോംബിയുടെ അടുത്ത്. എന്തിനാ മോനെ അവിടെ നീ സ്റ്റക്കായി പോയി? അയ്യോ, നമ്മൾ അവിടെ തന്നെ പോവും. അവിടെ തന്നെ പോയി അവളെയും കൊന്ന് സാധനം എടുത്തിട്ട് നമ്മൾ തിരിച്ചു വരും. അത്രേ ഉള്ളൂ. അതിന് മുന്നേ ആയിട്ട് ഒരു കിണ്ടിയും ചെയ്യാനില്ല ഇവിടെ. ഇയാളൊക്കെ എന്തിനാണത് ഇവിടെ നിൽക്കുന്നത്? എന്നിട്ട് എടുക്കാണ്ട് അവിടുന്ന് ഒരു സാധനം എടുക്കാനില്ല. ലൈഫ് 100% ആണ്. പക്ഷേ എവിടാണ് എനിക്ക്
ബാൻഡേജ് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം എവിടെയാണ്? മെയിനായിട്ട് വേണ്ടിയ സാധനം അതാണ്. ഇതല്ല, ബാൻഡേജ് 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 ബാൻഡേജ്. ബാഗ് ഉണ്ടാക്കണം, ബാൻഡേജ് വേണം, ഇതൊക്കെ വേണം. ബാഗ്, ഫസ്റ്റ് ബാഗ്. കഴിഞ്ഞിട്ടും ബാഗൊന്നും ഒരു തേങ്ങ ഇല്ലാണ്ട് പോയിട്ട് ഒരെണ്ണേ ഉള്ളൂ. ഒന്നും ചെയ്യില്ല. ആയുധം വല്ലതും ഉണ്ടോ? അതുമില്ല. വല്ല സ്പിയർ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പോവാം. അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യുന്നത്? ഇതങ്ങ് എടുക്കാം, പിടയ്ക്കാം പോയിട്ട്. ആരാ വരുന്നത് നോക്കട്ടെ. ഇനി സ്പിയർ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. അങ്ങനെയാണെങ്കിൽ സ്പിയർ എടുത്തിട്ട് പോവാം. സ്പിയർ ക്രാഫ്റ്റ്. ഇക്വിപ്പ്. പോമനെ പോയി നോക്കാം. സോ ബാക്ക് ടു സെയിം പ്ലേസ്. ആ വാള് കണ്ടോ? ആ സാധനം നല്ല രസമുണ്ട്. അത് ആ വാള് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അടിക്കാം. നമ്മുടെ ചുറ്റിയിൽ അവിടെ പോയി എൻ്റർ. ഇവിടെ ഇപ്പോഴും പെട്ടികളൊക്കെ ബാക്കി ഉണ്ടാവോ? പട്ടികളെ വെടിവെക്കുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അതുങ്ങളൊക്കെ ഓടി വന്ന് നമ്മളെ കൊല്ലും. ഗണ്ണെടുത്തിട്ട് പോവാം. പക്ഷെ ഇത് മൗസ് യൂസ് ആവുന്നില്ല. മീൻസ് പെട്ടെന്ന് നമുക്ക് റണ്ണിങ്ങിൽ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മൗസ് എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്താണെന്നറിയില്ല. ഇനി വാ, ആർക്കായി. പക്ഷെ ഈ സൗണ്ട് കേട്ടുകഴിഞ്ഞാൽ എല്ലാവരും വരും. ഉറപ്പായിട്ടും വരും, അതാണ് പ്രശ്നം. തൽക്കാലം ഒന്ന് മാറ്റി നോക്കിയാലോ? ഓ പൊന്നുമോനെ, നീ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നേ? ഗണ്ണെടുത്ത് പിടിക്കാം. ഒന്നാമത് ഒരു സാധനമില്ല കയ്യിൽ. അല്ല, ബെറിയോ തേങ്ങയൊക്കെ പറിച്ച് കഴിച്ചിട്ട് കുറച്ച് എനർജി ആക്കാം. 94. പക്ഷെ വെടിവെക്കുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് നമ്മൾ തൂക്കും. ഇത് ചെറിയൊരു മരം. ആദ്യമായിട്ട് വേണമല്ലോ. ഷവല് വേണം. തൽക്കാലം നമുക്ക് ഈ പെട്ടി പറഞ്ഞ സാധനം എടുക്കാൻ നോക്കാം. ഫുഡ് കഴിക്കാം. യൂസ് ചെയ്യാം. ഒഴിവാക്കി. സംഭവം സിമ്പിൾ തന്നെ. കൊള്ളാം, നോക്കിയോട്ടെ.
ഇതാരങ്ങോട്ട് പോകുന്നത്? ഹായ് 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 ഹായ്. നിൽക്കൂ സഹോദരി. പോയോ? വിക്ടറേ മോനെ, മണ്ടിക്കോ മണ്ടിക്കോ. അല്ലെങ്കിൽ കുറച്ച് ബെറി എടുത്ത് കഴിച്ചോ. പെട്ടെന്ന് പെട്ടെന്ന് കുറച്ച് ബെറി എടുത്ത് കഴിച്ചോണെങ്കിൽ. എന്തൊക്കെ നല്ലൊരു വെപ്പണും ഇല്ല. നീ എന്താ മോനെ കാണിക്കുന്നേ? ചാകാൻ ഇറങ്ങിയാണോ നീ? സോ അപ്പം നമ്മുടെ നിലവിൽ കഴിക്കാനായിട്ടൊന്നുമില്ല, ബാൻഡേജ് ഉണ്ടാക്കാനായിട്ട് ഒരു സാധനമില്ല. സോ ആകെപ്പാടെ യൂസ്ലെസ് ആയിട്ടുള്ളൊരു ഗണ്ണുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അവിടെ ഇറങ്ങുന്നു. ആ തള്ളാറാണ് നമ്മൾ 2 വട്ടവും ചത്തത്. ഈ ലേറ്റായിട്ട് ഇറങ്ങുമ്പോൾ വിശപ്പ് എന്തായാലും ഇല്ല. 100% വാട്ടർ, 100% ഗണ്ണ് മാത്രമുണ്ട്. ബെറി പറിച്ച് വെച്ചേക്കാൻ കുറച്ച് തൽക്കാലത്ത്. ബെറി പറിക്കാൻ പറഞ്ഞാൽ ചെറുക്കൻ പറിക്കുന്നതാ. ഇവനാണ് തോപ്പിക്കുന്നത് മൊത്തം. ഒന്ന് പറഞ്ഞാൽ വേറൊന്നും ചെയ്യുന്നത്. കഴിക്കാം ആരിലും ഓടി വരുന്നതിന് മുന്നേ. യൂസ് 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 യൂസ്. ഇതിനെ ഒഴിവാക്കാം. ഡിലീറ്റ്. ഇതിനെ ഒഴിവാക്കാം. ഡിലീറ്റ്. ഒഴിവായില്ല. അതാ വന്നിരിക്കുന്നത്. കൊല്ലാൻ ഭാഗത്തിന് വന്നിരിക്കുക. പക്ഷേ ഗണ്ണിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ആരും വരുമോ? ഇല്ലായിരിക്കും. അതിൻ്റെ ഇറച്ചിയും കൊണ്ട് തിന്നാം. ടർക്കി, ടേസ്റ്റി തുർക്കി. തുർക്കി കഴിച്ചു. പെട്ടി പൊട്ടിച്ചു. പെട്ടിയ സാധനം എടുത്തു. വളരെ പരിതാപകരമാണ് ബ്രോ. വാ. അതിൽ തിന്നാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ? ലൈഫ് കുറച്ച് ഫുള്ളാവട്ടെ. നിൻ്റെ കയ്യിലൊക്കെ കയറ് മാത്രമേ ഉള്ളൂ. ഈ ബാൻഡേജ് അങ്ങനെ പറയുന്ന സാധനങ്ങളൊന്നും ഇല്ലേ? വെറുതെ നിൽക്കുവാണോ നീയൊക്കെ ഇവിടെ? ഈ സാധനങ്ങളെ ഇത് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഈ പറയുന്ന പ്ലാന്റ് ഫൈബർ. ആവശ്യത്തിലധികമുണ്ട്. ഫ്രീ ആയിട്ട് ഇങ്ങനെ ഓടിക്കളിക്കുക. പക്ഷേ ഈ ഗണ്ണ് അത്ര ഡാമേജ് ഇല്ല. മാനിനെ കൊല്ലാൻ വേണ്ടി തന്നെ അടിക്കണം 2 വട്ടം 3 വട്ടം. ഏതെങ്കിലും നല്ലൊരു വെപ്പൺ താ. കുറേ ആയി വെപ്പൺ എന്തെങ്കിലും കിട്ടിയിട്ട്. തുറക്ക്. ഓ, പെട്ടി തുറക്കാൻ പറ്റില്ല. ആയിക്കോട്ടെ. ഈ തള്ളയെ കൊല്ലുന്ന കാര്യം പാടാണല്ലോ. ഓ, വളിയും തള്ള ചത്തല്ല. ബാൻഡേജ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ നിന്നിട്ടുണ്ടാക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവുമോ? ഇല്ല, ബാൻഡേജ് ഉണ്ടാക്കാൻ നിർവാഹമില്ല. പെട്ടിക്കെടുത്ത് മൊത്തം ആളാണ്.
പെട്ടി തുറന്നു, സാധനം എടുക്കാം. പെട്ടി തുറന്നു, സാധനം എടുക്കാം. നോക്കാം എന്തൊക്കെ ഉണ്ടോ നോക്കട്ടെ. ഓ, ലോക്കാൻകി തേങ്ങ. ഈ ലോക്കാൻകി ഉണ്ടെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എടുത്തേക്കാം. എടുത്തിട്ട് എന്ത് ചെയ്യാനാ? നിൻ്റെ എന്താ ഉള്ളത്? എന്തെങ്കിലും പെട്ടി ഉറക്കാൻ പറ്റുന്ന സാധനം, ബാൻഡേജ് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം വല്ലതും ഉണ്ടോ? യെസ് ഗുനാഫി, യെസ്. എന്നുവെച്ചേ ഒരെണ്ണം കൂടെ വേണം. ദൂരെ മാറിയെന്ന് വെടിച്ചു കഴിഞ്ഞാൽ അത് ചാവും തോന്നുന്നു കേട്ടോ. അങ്ങനെയായിരിക്കും എൻ്റെ കളി. ഇതാരാ അവിടെ വയ്ക്കുന്നത്? ഇനിയെങ്കിലും ഒരു ലെവലപ്പ് ആയപ്പോൾ റെഡിയായി. എന്നാലും ഒരു ബാൻഡേജ് സെറ്റ് ചെയ്തേക്കാം. യൂസ് ചെയ്യേ. കളഞ്ഞു. ക്ലോസ് ചെയ്തു. ഇനി ഇതിൽ നിന്നൊരു ബാൻഡേജ് സെറ്റ് ചെയ്യേ. ക്രാഫ്റ്റ്. ഓക്കെ, ബാൻഡേജ് ക്രാഫ്റ്റഡ്. ഇനി നമുക്ക് ഈ ബാൻഡേജിൻ്റെ അടുത്ത് നമ്മുടെ പാൻറ്റിൻ്റെ പോക്കറ്റ് വയ്ക്കാം. ബെറി എടുത്തു. ഈ വാ പൊളിച്ച് ചാവാനാണെങ്കിൽ എന്തിനാണ് നീ ഇങ്ങനെ വരുന്നത് കുഞ്ഞുമണി? യൂസ്. ഈ ബെറി കൊണ്ട് ഇങ്ങനെ ഗുണമുണ്ട് കേട്ടോ. പക്ഷെ ഇവരെല്ലാം കൊന്നു കഴിഞ്ഞാലും ആരെങ്കിലും സർവൈവേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ മര്യാദയ്ക്ക് പതുക്കെ വരുന്നത് ചെറുക്കൻ കൊള്ളാം. ഈ പെട്ടിയാണ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത്. ലെവൽ 2 തേങ്ങ വേണമെന്ന് പറയുന്നത്. സ്കിൽ ബർഗ്ലർ ലെവൽ 2 റിക്വയർഡ്. അങ്ങനെയൊക്കെ ചാവണം മര്യാദയ്ക്ക്. ഒരു ഗണ്ണല്ലേ ഒന്നുമില്ലെങ്കിലും അതിനെ അപമാനിക്കുന്നത്. ഫുൾ ലൈഫുണ്ട്, ഇറക്കാൻ പറ്റില്ല. അതിൻ്റെ ഓരോ ഹുങ്ക് ഉണ്ടാവുമായിരിക്കും. അതാണ് ഈ ഗെയിം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോംബിയൊക്കെയാണ് വലിയ പവർ അതിന്. ഇത് വേണ്ട, നീ ഇവിടെ നിൽക്കുക. ഓക്കെ, ശരി, ഇവിടെ വയ്ക്കാം. നമ്മൾ വന്നത് തടിയെടുക്കാനാണ്. എന്നാലും ഒരു തടിയും സെറ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിലേ വന്നത് വെറുതെ ഇപ്പോൾ. ഡിലീറ്റ് യൂസ് തടിയെടുക്കാം. എടുത്തിട്ട് ലൈം സ്റ്റോണിലെ സ്പേസ് ഒക്കെ ഉണ്ടല്ലേ ഓട്ടോമാറ്റിക്കലി. അവളുടെ ഇരിക്കുന്ന സാധനം കണ്ടില്ലേ മോനെ? ഈ ചുറ്റിയെല്ലാം കൊണ്ട് തോറിൻ്റെ പെങ്ങൾ വന്നിട്ട് എൻ്റെ തലക്കടിച്ച് കൊന്നിട്ട്. ഇങ്ങനെ പൊട്ടത്തരം കളിക്കാണ്ടിരിക്കും വിക്ടർ മോനെ. എന്തോ അടിയുടെ അവൻ അടിച്ചത്. വന്നല്ലോ, വെറുതെ ഷഡിപ്പുറത്ത് നിൽക്കേണ്ടി വന്നല്ലോ. ഇപ്പോൾ എന്തായി?
അണ്ണാ നിങ്ങൾ എന്തെങ്കിലും സാധനം ഉണ്ടോ പറ. ഐ ഹാവ് സംതിങ് ഫോർ യു. ഓക്കെ, ഈ സാധനം എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ ആരായണ്ണ? എൻ്റെ ഡിഡി ഇടിച്ചോട്ടെ, അല്ലാണ്ട് ഇപ്പോൾ എൻ്റെ വേറെ ഒന്നും തരാനില്ല. അവിടെ ഇറങ്ങിയുള്ള എല്ലാം ആ പെണ്ണുപിള്ള കൊണ്ടുപോയി. ഇപ്പം ആരോടത്ത് പറയും? ഒരു ബാൻഡേജും ഇല്ല, ഒന്നുമില്ല. വന്ന് വലിയ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ കളിക്കാൻ. ക്രാഫ്റ്റ് ഇതെങ്കിലും നടക്കട്ടെ. ബാഗ് തൂക്കി പോവാം. അപ്പോൾ ഇതെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ആയുധമൊന്നും ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇനി ഇതുകൂടെ എടുക്കാം. അല്ലാണ്ടിപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഷൂസ് ഉണ്ടോ? ഇല്ല. ഈ പോപ്പ് സെയിം വേരി ഇതിനകത്തിട്ട് കഴിഞ്ഞാൽ ഇത് ഫാക്ടറി പാർട്ടാണ്. ഇത് എക്യൂപ്പ് ചെയ്യാൻ പറ്റില്ല. ഇത് പോപ്പ് സെയിനല്ല, ഈ ഗ്ലിറ്റേഴ്സ് വാരി ഇറങ്ങിയാൽ ഈ ഫാക്ടറി പാർട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പറ്റുമോ? പറ്റില്ല. ഒന്നുമില്ല, ഡ്രസ്സും ഇല്ല, ഒരു തേങ്ങയില്ല. ലാസ്റ്റ് നമ്മൾ ഇനി ഇത് ഒരു വട്ടം കൂടെ പോയി നോക്കുന്നു. അവിടെ തന്നെ പോകുന്നു. ഇന്ന് ഫുള്ള് നമ്മൾ പൈൻ ഫോറസ്റ്റിൽ തന്നെ പോകാൻ നോക്കുന്നു. ആ പെണ്ണ് അവിടെ ഉണ്ടെങ്കിൽ അവളെ നമ്മൾ തൂക്കുന്നു. ഈ ഗണ്ണിൻ്റെ പവറൊന്നും അറിയത്തില്ല, എന്നാലും നമ്മൾ തൂക്കും. ക്ലോസ്. അങ്ങോട്ട് പോകുന്ന എനർജി മാത്രമേ ആവുന്നുള്ളൂ. ലാസ്റ്റ് പെട്ടിയിലായിട്ടാണ് തിരിച്ചു വരുന്നത്. ഇങ്ങോട്ട് നടക്കേണ്ട ആവശ്യം വരുന്നില്ല. ബാൻഡേജ് വേണം, അത് മസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തേ പറ്റുള്ളൂ. അല്ലാണ്ട് ബാൻഡേജ് കിട്ടത്തില്ല. സോംബിയെ കൊന്നേ പറ്റുള്ളൂ. പക്ഷേ അതിന് ആയുധം വേണം. നമ്മുടെ ആയുധമില്ല. ഓ, സീന് സാധനം. സീൻ ഗൺ എന്ന് വെച്ചാൽ സീൻ ഗൺ. ഇപ്പോഴും ഡെഡ് ആവുമെന്ന് അറിയത്തില്ല ഗണ്ണും കൊണ്ട്. ഡാമേജ്. നമ്മളടുത്ത് അവൻ്റെ കളി വേണ്ടെന്ന് വയ്ക്കുമ്പോഴേ തോക്കെടുക്കേണ്ടി വന്നു. ഇനി ആ പെണ്ണെവിടെ? നീ ഇങ്ങോട്ട് വാ. അവളെ കൊന്നിരുന്ന അവളുടെ എന്തൊക്കെയോ സാധനം ഉണ്ടായിരുന്നു, അതൊക്കെ തൂക്കായിരുന്നു. ഇങ്ങ് പോരും, നീ ഇങ്ങ് പോരും, ഇനി ഇങ്ങോട്ട് പോരും. ഒളിച്ചിരിക്കുന്നോ? അങ്ങനെ തല്ലിക്കൊല്ലാനായിട്ട് നമ്മുടെ സാധനം വേണം. ഇതാണ് സാധനം. ഗണ്ണും തേങ്ങയൊന്നും ഇല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യണേ? ഇനി നമ്മളതിൽ ആ ആയുധം പോലും ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്തേനെ നമ്മൾ? മല്ലയ്യ. ഓ, ഗോൾഫ്. നമ്മളിതങ്ങ് യൂസ് ചെയ്യും. ആയുധം മെയിനാണ് നമുക്ക് കേട്ടോ അതിനകത്ത്. തോക്കെടുക്കണോ? പ്യാട്ട് തല. ഒന്ന് രണ്ട് മൂന്ന് ബാൻഡ് എടുത്ത് വെച്ചേക്കാം. എപ്പോഴാണ് എവിടുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അടി വരുന്നത്. ഇവിടെ ഇതെന്ത് സമ്മേളനോ? നമുക്കിട്ടൊരു പണിയാണല്ലോ. ലൈഫ് കുറച്ച് കൂട്ടിച്ചേക്കാം. കയ്യിൽ ഗണ്ണിരിക്കുമ്പോൾ എന്തിനു പേടി? എക്യുപ്പ് എല്ലാത്തിനും അടിക്കും നമ്മൾ. വഴി കാണുന്ന എല്ലാത്തിനും അടിക്കും.
ഓ സീന് സാധനം. ഈ ഗണ്ണിന്റെ ബുള്ളറ്റ് മേടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നൈസായന. വെറുതെ നമ്മളെ കൊണ്ടേ ചെയ്യിക്കരുത്. പിന്നെ ഇടയ്ക്ക് അതൊരു കള്ള വോൾഫ് കയറിയിട്ടുണ്ട്. നീ ഏത് തട്ടകത്തിന്ന് വന്നേന്ന് അറിയത്തില്ല, എന്നാലും നമുക്കുള്ളോളം വിഷമമുണ്ട്. നീ ആര്? നീ ഇവിടുന്ന് ഓടി കളിക്കുന്നത്? നീ എൻ്റെ ഗണ്ണിരിക്കുമ്പോഴാണോ നീ കളിക്കുന്നേ? ഇറച്ചിയും തേങ്ങയൊക്കെ എടുത്തോണ്ട് പൊക്കോണം കേട്ടോ. നമ്മൾ ഗണ്ണിരിക്കുമ്പോൾ ഈ ഏരിയ കണ്ടുപോലും എന്നെയൊക്കെ. ഒരടി അടിക്കാനൊക്കെ തോന്നും എൻ്റെ മുഖത്തോട്ട്, പക്ഷെ നിന്നെ വിടത്തില്ല ഞാൻ. ഈ നേർക്ക് നേരുന്നുള്ള കളി മാത്രമല്ലോ. ഗണ്ണൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സാധനമാണ്, പക്ഷെ നമുക്ക് രക്ഷയില്ല. നമ്മളിവിടെ ജയിച്ചേ പറ്റുള്ളൂ. നമ്മൾ ജയിക്കാൻ വേണ്ടി കളിക്കുന്ന കളിയാണ്. ഫുൾ അറ്റാക്ക് നേർക്ക് നേറി എന്നുള്ള പരിപാടി, വേറെ കുറേക്കൂട്ടുള്ള പരിപാടിയൊന്നുമില്ല. ഇനി ഏതെങ്കിലും സർവൈവർ വരട്ടെ, ഇവിടെ കാണിച്ചു കൊടുക്കാം. ഓട്രാ. ഈ സംഭവത്തോടെ വയ്ക്കാം തൽക്കാലം. എന്നിട്ട് ഇതുകൊണ്ട് നമുക്ക് ആൾക്കാരെ തലക്കടിക്കാം. അല്ല, മറ്റേ ലൈഫില്ല. യവനൊക്കെ ഇത് എവിടുന്ന് വരുന്നത്? ക്രാഫ്റ്റ്. ആരും വരരുത്. ഒലക്കപ്പൊട്ടി എന്താ സംഭവിക്കുന്ന അറിയില്ലല്ലോ. ഓക്കെ, കണ്ടെടുത്ത് പിടിക്കാം. യവനൊക്കെ എവിടുന്ന് വരുന്നു ഈ പടം ആവാൻ? അനങ്ങിയെ പൊട്ടിച്ചളയും, അനങ്ങിയിട്ടേലും പൊട്ടിച്ചളയും. പക്ഷെ അവൻ്റെ ഒരു ആയുധം ഉണ്ടായിരുന്നല്ലോ, അവിടെ പോയി. ഇനി ആരെങ്കിലുമൊക്കെ വന്ന് ചാടുമായിരിക്കും. നമുക്ക് കുറച്ച് ബെറിയൊക്കെ പറിച്ച് കഴിച്ച് ലൈഫ് ഒന്ന് തിരിച്ചു കൂട്ടാം. കൂടെ ഒരാളോട് ഉണ്ടായിരുന്നു, നമുക്ക് ഈ പെട്ടിയൊക്കെ ചുമന്ന് വീട്ടിൽ കൊണ്ടുവയ്പ്പിക്കായിരുന്നു. ഇവിടെ നിന്ന് കുറച്ച് മരം മുറിക്കേണ്ട ആവശ്യമുണ്ടേ. തൽക്കാലം നമുക്ക് തടിയെടുക്കാം, അത് കഴിഞ്ഞിട്ട് ഇത് ഓട്ടോമാറ്റിക് ഇട്ട് വെക്കാം. വല്ലാത്തൊരു പഹയൻ.
അവൻ്റെ ഗണ്ണാണ് എൻ്റെ ഇരിക്കുന്നത്. എന്താ മോനെ എങ്ങനെ കാണിക്കുന്നത് നീ? ഗണ്ണ് കണ്ടില്ലേ? ഈ ഗണ്ണും കൊണ്ട് നീ എന്താ കാണിക്കുന്നേ? ഷവൽ വേണം. ഇവിടെ കൊന്ന ഏതോ ഒരുത്തൻ്റെ ഷവൽ ഉണ്ടായിരുന്നല്ലോ അവൻ്റെ അടുത്ത്. എവിടെ അവൻ്റെ അടുത്തല്ല. അവനെ ഷവലും കൊണ്ട് അടിക്കാൻ വന്നേ. ഓട്ടോമാറ്റിക് ഇട്ട് നോക്കാം എന്താ പറക്കുന്നത് നോക്കാമല്ലോ. ബെറി പറക്കുന്നു. ലൈംസ്റ്റോൺ പറക്കുന്നു, ബെറി പറക്കുന്നു. ഇനി ഒരു തിരിച്ചു വരവ് ഉണ്ടാവരുത്. ആവശ്യമുള്ള സാധനമൊക്കെ എടുത്തിട്ട് വേണം പോകാൻ. കുറച്ച് നല്ല ഐറ്റംസായിട്ട് ആരും വരുന്നില്ലല്ലോ. ഈ സാധനം നമുക്ക് എടുക്കണം. കാരണം എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഒന്നും കൊടുത്തിട്ടില്ലെന്ന് കഴിക്കാൻ. കുഞ്ഞുമക്കൾ വിശന്നിരിക്കുവാണ്. 1-2 ഐറ്റംസ് കൂടി എടുത്തുകൊണ്ട് പോകണം. യെസ്, എടുത്തോ. കുറേ ഇറച്ചി എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ലൈഫുള്ള ഈ ഗണ്ണിന്. അപ്പോൾ നമുക്കിത് വെച്ച് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോകാം. എന്തെങ്കിലും സ്പേസ് ഉണ്ടോ നോക്കട്ടെ. സ്പേസ് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. എന്തെങ്കിലും ഐറ്റംസിന് 2 കല്ലും കൂടെ കൊള്ളും. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ചു പോകണം. ഇനി ആർക്കെങ്കിലും വെടികിട്ടാനുണ്ടെങ്കിൽ വരിക, മുന്നോട്ട് വരണമെന്ന് അപേക്ഷിക്കുകയാണ്. യുദ്ധക്കളമാക്കില്ല ഇങ്ങോട്ട് അല്ലേ? ഞാൻ പറഞ്ഞില്ല അപ്പോഴേ എൻ്റെ അടുത്ത് ഉടക്കരുത്. നമ്മുടെ പോരും. ഞാൻ എന്തായാലും പോകാൻ പോവല്ലേ. കമോൺ, ആരുമില്ല. ഇനി ആരുമില്ല. ഇതെടുക്കാം.
അതല്ലല്ലോ, വേറെന്തോ ഒരു സംഭവം കാണിച്ചു. ഓക്കെ, ഇതെടുക്കാം. ഇതൊക്കെ എപ്പോൾ എന്തിനാ യൂസ് ചെയ്യുന്നത് അറിയില്ല, എന്നാലും നോക്കി നോക്കാം. കൊളക്കോഴി. വെറി കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. സോ ഗണ്ണിന് തീരാറായിരിക്കും. ആരെങ്കിലും വരുന്നുണ്ടോ? പെട്ടെന്ന് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോരും. ഓട്ടോ ഇടാം, എന്തെങ്കിലും സാധനം എടുക്കണ്ടോ? ഇല്ല, ഇൻവെൻട്രീസ് ഫുള്ളാണ്, എല്ലാം ഫുള്ളായി, എല്ലാം കിട്ടി. ആരുമില്ല? ശരി, എന്നാൽ ഗണ്ണും കൊണ്ട് തിരിച്ചു പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകാം ഗൈസ്. So we came back to our base. സോ ഹാപ്പിയാണ്. ഇന്ന് കുറച്ചധികം ലൂട്ട് കിട്ടിയിട്ടുണ്ട്. മോനെ, എന്താ മോനെ നിനക്ക് വേണ്ടിയത്? എൻ്റെ ഉള്ള എന്തെങ്കിലും സാധനം പറ്റുമോ? ഇല്ല. അപ്പോൾ പൊക്കോ. ഇതെന്താ ബാഗിൽ വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് ഓടാൻ എത്ര ബുദ്ധിമുട്ട് എനിക്ക്? ആണോ? നേരെ തടി കൊണ്ടുപോയി അവിടെ കെട്ടാം. തടി അവിടെ കെട്ടേ. അയ്യോ, നമ്മൾ കൊടുക്കേണ്ട ആൾക്കാരെ മറന്നുപോയി. നമ്മൾ ഫുഡ് കൊടുത്തിട്ടില്ല. സോറി മോൻസ്. നമ്മൾ പട്ടിക്കുട്ടികളെ കൊടുത്തിട്ട് അതാ 7 മണിക്കൂർ നിങ്ങൾക്ക് കഴിക്കാനുള്ളതുണ്ട്. ഒന്നും നോക്കണ്ട, ഷാപ്പിട്. അള്ളിയല്ലേ ഷാപ്പിട്. നിൻ്റെ ഇതുവരെ ക്രോസ് ആയില്ല. ഓക്കെ, വിഷമം മനസ്സിലാവും മോനെ, വിഷമം മനസ്സിലാവും. തൽക്കാലം നീ വീട്ടിൽ നിൽക്കുമോ? വീട് നോക്കിയോ? അല്ലെങ്കിൽ എൻ്റെ കൂടെ വരുന്നോ? എൻ്റെ കൂടെ വരാൻ പറ്റില്ല. വർക്കിംഗ് ഓൺ ബേസ് 1/3 ആയിക്കോട്ടെ. മോഡിഫൈ. ഓക്കെ, വളർന്നു അല്ലേ? കള്ളൻ. ബീറ്റ വളർന്നു, വെൽ സ്റ്റോക്ഡ് വളർന്നു, ഗാമ വളർന്നു. മാക്സ്, നിന്നിലാണ് ഒരു പ്രതീക്ഷ. കമ്പാനിയൻ മാക്സ് മോന് ഇവിടെ വന്നു. ബീറ്റ നമുക്ക് എടുക്കാൻ പറ്റില്ല. സെക്കൻഡ് ബേസിലാക്കി, ഇവിടാക്കി. മാക്സ്മോൻ കമോൺ, ഇതോടെ പറ്റിയാൽ ഓക്കെ. റിക്വയർഡ് ട്രേറ്റ് ഇൻ ഓർഡർ ടു ടേക്ക് ഇറ്റ് വിത്ത് ട്രേറ്റ് ട്രൂ ഫ്രണ്ട്. ആയിക്കോട്ടെ, ഒറ്റയ്ക്കായി പിന്നെ സാരല്ലട്ടാ. സാരില്ല. നമുക്ക് ഫീമെയിൽ ഡോഗ്സ് ആരൊക്കെയാ ഉള്ളത്? നമ്മൾ ഇത് ഗാമ, ബീറ്റ, എൻ്റെ ഡീറ്റെയിൽസ് എടുത്താൽ ഏജ്, ഈ മൂന്നിനും തിരിച്ചിട്ട് നോക്കാം. എന്നിട്ട് നമ്മുടെ ബേസിൽ വന്നിട്ട് ഐ സി ഓക്കെ. ബീറ്റ, മാക്സ്, ആൽഫ. ആർക്ക് കൊടുക്കും? ആൽഫ കൊടുക്കാം. ആൽഫ അല്ലേ ആദ്യം വന്ന് നമ്മളുടെ ക്രോസ് ബ്രീഡ്. സിംബ, അത് കൊള്ളാം. സെൻഡ് ചെയ്തിട്ടുണ്ട്. ഐസി. ഓക്കെ, ഞാൻ വേറെന്താ വിചാരിച്ചു. യു ഗൈസ് എൻജോയ് ചെയ്യാം. നമുക്ക് ഇവരെ പുറത്താക്കാം, അവരെൻജോയ് ചെയ്യട്ടെ. നിങ്ങൾ എന്തിനാ ഓട്ടിക്കുന്നത്? ഈ സിംബ കുഞ്ഞ്, സിംബ വളർന്നോ? സിംബ വളർന്നു. സിംബ തൽക്കാലം അവിടെ നിന്നോ, വളരണ്ടേ? നമ്മളെ കൂടെ കൂട്ടാൻ പറ്റുമോ? വരുമോ? വിത്ത്
ടു ഹാവ് എ ട്രൂ ഫ്രണ്ട്. ആയിക്കോട്ടെ, അവിടെ കളിച്ചു തുടങ്ങാം കേട്ടോ. ചേട്ടന്മാരൊക്കെ ഇങ്ങോട്ടോ പോയിട്ടുണ്ട്. അവിടെ നിന്നോ. ലെവലപ്പ് ആയിട്ടില്ല നമ്മൾ. നോക്കി വെക്കാം. ഓ ഐ സി, നമ്മുടെ കൂടെ വരും. ആ ഓക്കെ, ഇറ്റ്സ് ഗുഡ്. നോക്കട്ടെ. ഇവിടത്തേക്ക് എന്തൊക്കെയാണ് വെക്കുന്നത്? ഫുഡ് ഐറ്റംസ് അത് കഴിഞ്ഞു. ഇവിടത്തേക്ക് എന്താ ഇടാൻ പറ്റുന്ന നോക്കട്ടെ. ഇതെടുത്തു, ക്ലോസ് ചെയ്തു. നമ്മൾ നേരെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവയ്ക്കുന്നു. തിരിച്ചു വയ്ക്കുന്നു. ഇത് തിരിച്ചു വയ്ക്കുന്നു. ഈ റിസോഴ്സൊക്കെ ഇപ്പുറത്തേക്കാണല്ലോ. കമ്പ്, തടി, കല്ല് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ വയ്ക്കാം. കട്ട, ഇതിവിടെ തിരിച്ചെടുക്കാമല്ലോ. എന്തായിരുന്നു? എന്ത് ബോക്സ് ആയിരുന്നു? ആയുധം വെക്കുന്ന ബോക്സ്. നശിച്ചത്. ആയുധമില്ലാണ്ട് ചിരന്തി വരെ കെട്ടി. ഓക്കെ, ഇതിവിടെ പോവും. ഇല്ല, പോയി. ഇവിടെ കൊടുക്കാനൊന്നുമില്ല. തൽക്കാലം ഐറ്റംസ് ഒക്കെ ഇങ്ങോട്ടിരിക്കട്ടെ. ബാഗ് നമുക്ക് ഇവിടെ വയ്ക്കാം. സോ എന്നിട്ട് നമുക്ക് പൊളിഞ്ഞു പോയ ബാക്ക് സൈഡും വീടും കൂടി പണിയാം. ഗ്രേറ്റ്. കമോൺ. തടിയില്ലാന്നോ? തടിയില്ല, ഉറപ്പായിട്ടും തടിയില്ല. നമ്മളിരിക്കും തടിയല്ലേ? അത് 5 വേണമായിരിക്കും അല്ലേ? ലെറ്റ് മീ ചെക്ക്. അപ്പോൾ സ്പൈക്ക് ഉണ്ടാക്കാൻ പറ്റും, നോക്കിയോട്ടെ. സ്പൈക്ക് ട്രാപ്പ്. ഒരു തടിയുടെ കുറവ്. നമുക്ക് തടി എടുക്കാം. പറഞ്ഞില്ലേ കുറവുള്ളൂ. എടുത്തിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതും സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു തടിയുടെ കുറവല്ലേ ഉള്ളൂ. ആയിക്കോട്ടെ. സ്പെക്ട്ര. ഓ, 2 തടിയേ ഉള്ളൂ എന്നുള്ളതല്ലേ പത്തെണ്ണത്തിൽ? ഐ സി. അപ്പോൾ ഇത് മൊത്തം എടുക്കേണ്ടി വരും. 19 എണ്ണത്തിൽ പ്ലേറ്റ് വേണം തിരിച്ച്. നമ്മളെ ഗണ്ണിരിപ്പുണ്ട് കേട്ടോ. അതാണ് ഈ സൈഡിലൊരു ഗണ്ണിൻ്റെ സിമ്പിൾ കാണിക്കുന്നത്. നമുക്ക് സെറ്റ് ചെയ്യാനുള്ള സ്പൈക്ക് ക്രാഫ്റ്റ്. ഒരു സ്പൈക്കേ പറ്റുന്നുള്ളൂ. ആയിക്കോട്ടെ. ഇതെവിടെയെങ്കിലും പ്ലേസ് ചെയ്യണ്ടേ? ബിൽഡ്. റൊട്ടേറ്റ്. ഇവിടെ വയ്ക്കുക. ഇവിടെ വെച്ചാൽ മതി. ബിൽഡ്. ഓക്കെ, ക്ലോസ് ചെയ്യാം. ഇനി വേണ്ടിയത് ഈ ആയുധം കൊണ്ട് തിരിച്ച് വയ്ക്കാം. ഇത് എക്യുപ്പ് ചെയ്യാം. അവിടെ വയ്ക്കാം. കാര്യമില്ല, എന്നാലും പോട്ടെ. സോ ഗണ്ണുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടന്നു. ഓക്കെ, എവറിത്തിങ് ഓക്കെ. വേറെ ആയുധം കൊണ്ട് നമ്മുടെ കയ്യിലുണ്ട്, അത് പ്രശ്നമില്ല. അത് ബാക്കപ്പ് ആയിട്ടിരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഈ ചോപ്പർ റെഡിയാക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. Okay guys, thank you, take care, bye bye. Okay, see you next video.